നമസ്കാരം, BN ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. വാട്സപ്പ് അക്കൗണ്ടുകൾ കൈയടക്കുകയാണ് സൈബർ ക്രിമിനലുകൾ. പ്രമുഖരുൾപ്പെടെ നിരവധി ആളുകൾക്ക് ഈ രീതിയിൽ തങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടുകളുടെ നിയന്ത്രണം നഷ്ടമായി. സംവിധായകനും ഛായാഗ്രാഹകനുമായ സന്തോഷ് ശിവനും ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ നിർമ്മാതാവായ ഷോബു യർലഗഡയും സന്തോഷ് ശിവന്റെ അസിസ്റ്റന്റും സൈബർ ആക്രമണത്തിന് ഇരകളായിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെയാണ് സന്തോഷ് ശിവൻ ഇൻസ്റ്റാഗ്രാമിൽ തന്റെ വാട്സപ്പിന്റെ നിയന്ത്രണം നഷ്ടമായതായി അറിയിച്ചത്. തന്റെ പേരിൽ വരുന്ന സന്ദേശങ്ങൾ വിശ്വസിക്കരുതെന്നും തട്ടിപ്പാണെന്നും സന്തോഷ് ശിവന്റെ പോസ്റ്റിൽ പറഞ്ഞു. ഉപഭോക്താക്കളുടെ വാട്സപ്പ് നമ്പറുകൾ ഉപയോഗിച്ച് മറ്റൊരു ഫോണിൽ വാട്സപ്പിലൂടെ ലോഗിൻ ചെയ്യുകയാണ് സൈബർ കുറ്റവാളികൾ ചെയ്യുന്നത്. ഇതോടെ യഥാർത്ഥ ഉടമയുടെ ഫോണിൽ നിന്ന് അക്കൗണ്ട് ലോഗ് ഔട്ട് ആവും. വാട്സപ്പ് അയക്കുന്ന OTP നമ്പർ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കൈക്കലാക്കിയാണ് സൈബർ കുറ്റവാളികൾ അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്യുന്നത്. ഒരാളുടെ അക്കൗണ്ട് കൈയടക്കിയാൽ ആ ഇരയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മറ്റൊരാളെ ഹാക്ക് ചെയ്യാൻ ശ്രമം തുടങ്ങും. ഉദാഹരണത്തിന്, സന്തോഷ് ശിവന്റെ അക്കൗണ്ട് കൈക്കലാക്കിയ ഹാക്കർമാർ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിന് സന്ദേശം അയക്കും. ഫോണിലേക്ക് അയച്ച വെരിഫിക്കേഷൻ കോഡ് ചോദിച്ച് കൈക്കലാക്കുകയും കോഡ് ലഭിക്കുന്നതോടെ ഹാക്കർമാർ വാട്സപ്പിന്റെ നിയന്ത്രണം കൈക്കലാക്കുന്നു. യർലഗഡയുടെയും സന്തോഷ് ശിവന്റെയും വാട്സപ്പ് അക്കൗണ്ട് കൈക്കലാക്കിയവർ സിനിമാ മേഖലയിലെ മറ്റു നിരവധി ആളുകളെ ഈ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. സാധാരണ നിലയിൽ 12 മണിക്കൂർ കഴിഞ്ഞാൽ അക്കൗണ്ട് തിരികെ ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സന്തോഷ് ശിവന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം അറിയിച്ച് അദ്ദേഹത്തിന്റെ ബന്ധു ഒരു ഗ്രൂപ്പിൽ പങ്കുവച്ച പോസ്റ്റ് നീക്കം ചെയ്യപ്പെട്ടു. ഗ്രൂപ്പ് അഡ്മിന്മാർക്ക് മാത്രമേ പോസ്റ്റിംഗ് സാധ്യമാവൂ എന്ന സെറ്റിംഗ്സ് മാറിയതോടെ ഗ്രൂപ്പിൽ മറ്റാർക്കും ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെയായി. മുല്ലപ്പെരിയാർ അണക്കെട്ട് അറ്റകുറ്റപ്പണിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമാപനത്തിനായി വ്യാഴാഴ്ച കോട്ടയത്ത് എത്തുമ്പോൾ പിണറായി വിജയനുമായി സംസാരിക്കുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് സ്റ്റാലിന്റെ വിശദീകരണം. മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ അനുമതിയില്ലാതെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്ന സാധനങ്ങൾ കഴിഞ്ഞ ആഴ്ച വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനം വകുപ്പ് തടഞ്ഞിരുന്നു. ഇതിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് AIADMK രംഗത്തെത്തിയതോടെയാണ് സ്റ്റാലിന്റെ പ്രതികരണം. അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെങ്കിൽ അക്കാര്യം കേരളത്തെ അറിയിക്കണമെന്ന വ്യവസ്ഥ ലംഘിച്ചായിരുന്നു തമിഴ്നാടിന്റെ നീക്കം. അണക്കെട്ടിലേക്ക് പെരിയാർ കടുവ സങ്കേതത്തിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ കടുവ സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടറുടെ അനുമതി തമിഴ്നാട് വാങ്ങിയിരുന്നില്ല. ഭക്തർ ക്ഷേത്രത്തിൽ വരുന്നത് ഭഗവാനെ കാണാനെന്നും നേതാക്കളുടെ ഫ്ലക്സ് കാണാനല്ലെന്നും ഹൈക്കോടതി. ആലപ്പുഴ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഫ്ലക്സ് വച്ച സംഭവത്തിലാണ് ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചിന്റെ വിശദീകരണം. ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായ തുറവൂർ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്ക് അന്നദാനമൊരുക്കിയതിന് അഭിവാദ്യം അർപ്പിച്ചുവച്ച ഫ്ലക്സിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് കോടതിയുടെ വിമർശനം. ക്ഷേത്രം ഫ്ലക്സ് വെക്കാനുള്ള സ്ഥലമാണോ എന്ന് കോടതി ചോദിച്ചു. ക്ഷേത്രം ഉപദേശക സമിതിയാണ് ഫ്ലക്സ് വെച്ചതെന്ന് അറിയിച്ചപ്പോൾ ഇതല്ല സമിതിയുടെ പണിയെന്നും ഭക്തരുടെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കലാണ് അവർ ചെയ്യേണ്ടത് എന്നും കോടതി അഭിപ്രായപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട ആളുകളുടെ ദുരിതം വീണ്ടും തുടരുകയാണ്. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കുറ്റപ്പെടുത്തലല്ലാതെ മറ്റൊന്നും കാര്യമായി നടക്കാത്തതിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരിതബാധിതർ 1 മാസത്തോളമായി ഭക്ഷ്യക്കിറ്റ് നിലച്ചതോടെ പട്ടിണിയുടെ വക്കിലാണ്. ഇതിനിടെയാണ് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യക്കിറ്റും 1 മാസമായി നിലച്ചത്. പുഴുവരിച്ച അരി വിതരണം ചെയ്തതിനെ തുടർന്ന് DYFI ഉൾപ്പെടെ പഞ്ചായത്ത് ഓഫീസിൽ വലിയ സമരം നടത്തി. റവന്യൂ വകുപ്പ് വിതരണം ചെയ്ത കിറ്റിൽ പഞ്ചായത്തിന് ഉത്തരവാദിത്വമില്ല എന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. പല കുടുംബങ്ങളും പട്ടിണി കൂടാതെ കഴിഞ്ഞുപോയത് ഈ കിറ്റിനെ ആശ്രയിച്ചായിരുന്നു. വാടക വിതരണം ഉൾപ്പെടെ മുടങ്ങുന്നതോടെ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ചാടിയ അവസ്ഥയിലാണ് ദുരിത ബാധിത. വീട് നിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി സർക്കാർ കണ്ടെത്തിയ സ്ഥലം ഉടൻ ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ മുസ്ലിം ലീഗ് സ്വന്തം നിലയ്ക്ക് സ്ഥലം കണ്ടെത്തിയെന്നും ബുധനാഴ്ച അന്തിമ തീരുമാനമാകുമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു.
സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷയില്ലാത്തതിനാലാണ് സ്വന്തം നിലയ്ക്ക് സ്ഥലം കണ്ടെത്തിയത്. മേപ്പാടി പരിസരത്തു തന്നെയാണ് സ്ഥലം കണ്ടെത്തിയത്. 10 ഏക്കറിൽ കൂടുതലുള്ളവയാണ് എല്ലാമെന്നും 100 വീടുകൾ എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു നൽകാനാണ് ശ്രമിക്കുന്നുവെന്നും ലീഗുകാർ പറഞ്ഞു. അതേസമയം കോൺഗ്രസും വീടുകൾ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പറഞ്ഞു. KPCC, കർണാടക, തെലങ്കാന സർക്കാരുകൾ 100 വീതം വീടുകൾ നിർമ്മിക്കുമെന്നാണ് വാഗ്ദാനം. 100 വീടുകൾ നിർമ്മിക്കാനുള്ള പണം KPCC സമാഹരിച്ചിട്ടുണ്ട്. 100 വീടുകൾ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് വയനാട് DCC അപ്പച്ചൻ പറഞ്ഞു. ശബരിമലയിൽ നടൻ ദിലീപിനും സംഘത്തിനും പോലീസ് അനർഹമായ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടില്ലെന്ന് ശബരിമല സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ PB ജോയ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ദിലീപ് സന്നിധാനത്ത് എത്തുന്ന കാര്യത്തിൽ മുൻകൂട്ടി ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. നടന് പ്രത്യേകമായി ഒരു പരിഗണനയും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥർക്കൊപ്പമെത്തിയ ദിലീപ്, സുഹൃത്ത് ശരത്ത്, ഡ്രൈവർ അപ്പുണ്ണി എന്നിവർ പുറത്ത് കാത്തുനിന്നു. ഹരിവരാസനം തുടങ്ങിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2 ദേവസ്വം ഗാർഡുമാരാണ് ദിലീപിനെയും മറ്റുള്ളവരെയും ആദ്യ നിരയിലേക്ക് കയറി നിൽക്കാൻ അനുവദിച്ചത്. സോപാനം സ്പെഷ്യൽ ഓഫീസർക്കാണ് സോപാനത്തിന്റെ ഉത്തരവാദിത്വമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടന് പോലീസ് പമ്പയിലോ സന്നിധാനത്തോ യാതൊരു വിധത്തിലുള്ള സഹായവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ ആവർത്തിച്ചു. അന്നുതന്നെ രാഷ്ട്രീയ നേതാവ് VD സതീശനും മല കയറി ശബരിമല ദർശനം നടത്തി. വയനാട് താമരശ്ശേരിയിൽ താമരശ്ശേരി ചുരത്തിലൂടെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിച്ച KSRTC ഡ്രൈവറുടെ അപകടയാത്രയിൽ RTO നടപടിയെടുത്തു. ഡ്രൈവറായ കോഴിക്കോട് സ്വദേശി റാഫിക്കിന്റെ ലൈസൻസ് 3 മാസത്തേക്കാണ് റദ്ദാക്കിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് നടപടി. 5 ദിവസത്തെ റോഡ് സുരക്ഷാ ക്ലാസ്സിൽ ഡ്രൈവർ പങ്കെടുക്കാനും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചുരത്തിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ച് ഇയാൾ KSRTC ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അപകടം പതിവായ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള സാഹസിക യാത്ര പൊതുജനങ്ങളുടെ കനത്ത പ്രതിഷേധം വിളിച്ചു വരുത്തി. അതേസമയം കോഴിക്കോട് തന്നെ വാഹനമിടിച്ച് യുവാവിന് ദാരുണ അന്ത്യം. റീൽസിനായി കാർ റേസ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കോഴിക്കോട് ബീച്ചിലായിരുന്നു സംഭവം. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ കൂട്ടത്തിൽ ഒരു വാഹനം ഇടിക്കുകയായിരുന്നു. റോഡിന് നടുക്ക് ഡിവൈഡറിൽ നിന്നുകൊണ്ട് ആൽവിൻ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. ഇതിനിടയിൽ അമിത വേഗത്തിലെത്തിയ വാഹനങ്ങളിൽ ഒന്ന് ആൽവിന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ആൽവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഉച്ചയോടെ തന്നെ മരണപ്പെട്ടു. ശബരിമല സന്നിധാനത്ത് 18ാം പടി കയറാനും ദർശനത്തിനുമുള്ള വലിയ തിരക്ക് തുടരുന്നു. രാവിലെ നട തുറന്നപ്പോൾ തന്നെ ശരംകുത്തി വരെയുള്ള ക്യൂ തുടരുകയാണ്. പകൽ സന്നിധാനത്ത് ചുട്ടുപൊള്ളുന്ന വെയിലാണ്. സന്ധ്യയാകുമ്പോൾ കോടമഞ്ഞും. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റം പനി പടരാൻ ഇടയാക്കുന്നുണ്ട്. 22 ദിവസത്തിനിടെ 67,597 പേരാണ് ചികിത്സ തേടിയത്. പമ്പയിൽ നിന്ന് മണിക്കൂറിൽ 4200 മുതൽ 4300 വരെ തീർത്ഥാടകർ മല കയറുന്നുണ്ട്. നിലക്കലിലും പമ്പയിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് അറിയിച്ചു. അതേസമയം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിന്യസിക്കുന്ന 2 മൊബൈൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ ഫ്ളാഗ് ഓഫ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിനാണ് ഈ പ്ലാന്റുകൾ ഉപയോഗിക്കുക. ഇതിനു പുറമെ 2 മൊബൈൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ കൂടി ഡിസംബർ 15-ന് ശബരിമലയിൽ എത്തിക്കും. പമ്പ, നിലയ്ക്കൽ, എരുമേലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ 4 MTUകളും വിന്യസിക്കുക. കൂടാതെ തന്നെ അടുത്ത 3 മണിക്കൂറിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ, അറിയിപ്പുകൾ എന്നിവയ്ക്ക് BN News കേരള സബ്സ്ക്രൈബ് ചെയ്യുക.